ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരള വിഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഞാനിപ്പം ഏകദേശം കേരള വിഷൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷത്തിലധികമായി. അപ്പോൾ എനിക്ക് ഇന്നേ വരെ കേരള വിഷൻ്റെ കാര്യത്തിൽ തുടക്കത്തിലൊക്കെ ചെറിയ സ്പീഡിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിനുശേഷമൊന്നും എനിക്ക് അങ്ങനെ സ്പീഡിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഒരാഴ്ച മുമ്പൊക്കെ രാത്രി സമയങ്ങളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ചെറിയ ബഫറിങ് ഉണ്ടായിരുന്നു. ഇപ്പം ശരിയായി. അപ്പം അധികം പറഞ്ഞേക്കാം അതിൻ്റെ സ്പീഡ് ഇഷ്യൂവിനെ കുറിച്ചിട്ട്. എനിക്ക് തോന്നുന്നു എനിക്കിതുവരെ സ്പീഡ് ഇഷ്യൂ ഉണ്ടായിട്ടില്ല, പക്ഷേ ഗെയിമിങ്ങും ലാറ്റൻസി ഇഷ്യൂ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം നിലവിൽ ഇപ്പം നമ്മൾക്ക് എങ്ങനെയാണ് അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇപ്പം 2025 മാർച്ചാണ്. ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് 60 Mbps കണക്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ സ്പീഡ് ടെസ്റ്റ് എത്രത്തോളം ലഭിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ 4 ഡിവൈസ് ഉണ്ട്. ഒരു സാംസങ് S24 ഉണ്ട്, പിന്നെ ഐപാഡ് എയർ 3 ഉണ്ട്, അതുപോലെ തന്നെ ഒരു ആൻഡ്രോയിഡ് ടാബ് ഉണ്ട്, റെഡ്മി പാഡ്. ഓക്കെ, ഈ 4 ഡിവൈസുകളും 5Gയും 2.4Gയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് ആദ്യം ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ 4 ഡിവൈസും കണക്റ്റഡ് ആണ്. നമ്മൾക്ക് ഇവിടെ സ്പീഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾക്ക് സാംസങ് S24 സ്പീഡ് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, സ്പീഡ് ടെസ്റ്റിൻ്റെ വന്നിട്ടുണ്ട്. ടെസ്റ്റ് കൊടുക്കാം. എൻ്റെത് 60 Mbps കണക്ഷനാണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞിരിക്കുന്ന 60 Mbps നമ്മൾക്ക് സ്പീഡ് കിട്ടുന്നുണ്ട്. 4 ഡിവൈസ് ഒരേ സമയത്ത് കണക്റ്റഡ് തന്നെയാണ്. ഓക്കെ, അപ്ലോഡും ഡൗൺലോഡും ആ പറഞ്ഞിരിക്കുന്ന 60 തന്നെ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലെല്ലാത്തിലും വീഡിയോസ് പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ 4 ഡിവൈസുകളിലും ഒരേ സമയത്ത് HDR ആണ്, അതുപോലെ തന്നെ 1080p ഫുൾ HD ക്വാളിറ്റിയിലാണ് വീഡിയോ പ്ലേ ആവുന്നത്. ഒരു ബഫറിങ് ഇവിടെ ഇല്ല. നിങ്ങൾക്ക് ഞാൻ ക്വാളിറ്റി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് ഇതിൻ്റെ ക്വാളിറ്റി, കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ പറയുന്ന അതേ ഒരു ക്വാളിറ്റി തന്നെയാണുള്ളത്. ലൈറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് കാണാത്തത്. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാം, ഇതും ആ ക്വാളിറ്റി തന്നെയാണ്. അതുപോലെ തന്നെ ഐപാഡിൽ സഫാരി ബ്രൗസറിൻ്റെ അകത്താണ് പ്ലേ ചെയ്യുന്നത്. എവിടെയും HDR തന്നെയാണ് ക്വാളിറ്റി സെലക്ട് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്കിവിടെ കാണാം. അതുപോലെ തന്നെ ടാബിലും ഈ പറയുന്ന അതേ ഒരു ക്വാളിറ്റി തന്നെയാണ് വെച്ചിട്ടുള്ളത്, 1080p. ഓക്കെ, അപ്പം ഈ 3 ഡിവൈസുകളിലും യാതൊരുവിധ ലാഗോ സ്റ്റക്കോ ഇല്ലാതെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ സെക്കൻഡിലും കൺസ്യൂം ചെയ്യുന്ന ഡാറ്റ ഞാൻ ഇവിടെ ജസ്റ്റ് കാണിച്ചു തരാം. മുകൾ വശത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 0.2, അതായത് കുറച്ച് സമയത്തേക്ക് ലോഡായി കഴിഞ്ഞാൽ പിന്നീട് അത് കുറച്ച് കഴിഞ്ഞിട്ടേ ആ ലോഡ് വലിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ 4 ആൾക്കാരും ഒരേ സമയത്ത് ഇനി ഈ എന്താ പറയുക HDയിൽ കണ്ടു കഴിഞ്ഞാലും നമ്മൾക്ക് ബഫറിങ് ഇല്ലാതെ തന്നെ കാണാൻ സാധിക്കും. കണ്ടില്ലേ? അപ്പം അത്രയും ചെറിയ ഡാറ്റ യൂസേജാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ടാബിലായാലും അങ്ങനെ തന്നെയാണ്, കണ്ടില്ലേ? അത് ഒരേ സമയത്ത് കുറച്ച് സമയത്തേക്കുള്ളത് ഒന്നിച്ച് ലോഡാകുന്നതുകൊണ്ട് തന്നെ അത്രയും ലോഡ് എടുക്കുന്നില്ല. അപ്പോൾ 4 ഡിവൈസുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. 4 അല്ല 5 6 ഡിവൈസുകൾ പോലും ഈ പറയുന്ന 60 Mbps എന്ന് പറയുന്ന ഈ സ്പീഡിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിപ്പം എല്ലാം വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന 2.4 വരുന്ന അതേ ഒരു വൈഫൈ തന്നെയാണ് എല്ലാം വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഇത് ഡുവൽ ബാൻഡാണ്, രണ്ടും ഉണ്ട്. അപ്പം വേണമെങ്കിൽ ആ ഒരു എന്താ പറയുക 5Gയിൽ കണക്ട് ചെയ്താൽ കുറച്ചും കൂടി നമ്മൾക്ക് എളുപ്പത്തിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇതിന് 2.4-നെക്കാട്ടിയും കുറച്ചും കൂടി കൂടുതൽ ഡിവൈസുകൾ ഒന്നിച്ച് കണക്ട് ചെയ്താൽ പോലും 5Gക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പം ഇത്രയാണ് പറയാനുള്ളത് ഇതിൻ്റെ സ്പീഡിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പം കുറേ ആൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, അധികം പേരും ചോദിക്കുന്നതാണ് വീട്ടിൽ 5 ഡിവൈസുകളുണ്ട്, അതിന് വേണ്ടി എത്ര കണക്ഷൻ സ്പീഡ് വേണമെന്നുള്ളത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത്രയും എന്താ പറയുക ഇത്രയും ഡിവൈസുകൾ ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഏതിലും ഒരു ബഫറിങ് പോലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. കണ്ടില്ലേ? ഓക്കെ, എല്ലാം കൃത്യമായിട്ട് ഇവിടെ നടന്നു പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഒന്നിൽ പ്ലേ കൊടുത്താൽ പോലും അത് ആ സ്പോട്ടിൽ തന്നെ പ്ലേ ആവുന്നുണ്ട്. എവിടെ ഒരു പിടുത്തവും കാര്യങ്ങളൊന്നും ഇല്ല. അതാ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പ്ലേ ആവും, കണ്ടില്ലേ? അപ്പം അത്രയാണ് ഇതിൻ്റെ സ്പീഡിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് ഈ കറക്റ്റായിട്ടുള്ള ഒരു 60 Mbps നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഡൗൺലോഡിലും കിട്ടുന്നുണ്ട്, അപ്ലോഡിലും കിട്ടുന്നുണ്ട്. പിന്നെ ഗെയിമിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം വ്യത്യാസമൊന്നുമില്ല, പഴയ പോലെ തന്നെയാണ്. എന്താ പറയുക, ഗെയിമിങ്ങിൽ എനിക്ക് അത്രയും കംഫർട്ടല്ല.
അപ്പം കണക്ഷൻ എടുക്കുന്ന ആൾക്കാർ നിങ്ങളുടെ വീട്ടിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്പീഡ് ഈ 60 Mbps നിങ്ങൾക്ക് ഈ ഗൂഗിൾ സ്പീഡ് ടെസ്റ്റിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്പീഡ് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം തീർച്ചയായിട്ടും കിട്ടും. അഥവാ നിങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ മോഡത്തിൻ്റെ കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഒരാളുടെ ഫോണിൽ നിങ്ങൾ സ്പീഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ മാത്രം നിങ്ങൾ നിർത്തരുത്. നിങ്ങളുടെ അടുത്ത് പുതുതായിട്ട് വാങ്ങിയ ഏതെങ്കിലും ഒരു ഫോണിൽ പുതുതായിട്ട് വാങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ല കമ്പനിയുടെ സാംസങ്ങോ അല്ലെങ്കിൽ ഐഫോണോ ഏതെങ്കിലും ഒരു ഫോണിലും കൂടി നിങ്ങൾ നിങ്ങളുടെ മോഡൽ കണക്ട് ചെയ്തിട്ട് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം അധിക പേര് എടുക്കുന്നതൊക്കെ 14 Mbps 13 Mbps കണക്ഷൻ ആയിരിക്കാം. അപ്പം ആ പറഞ്ഞിരിക്കുന്ന അതേ സ്പീഡ് നിങ്ങൾക്ക് കിട്ടും. സ്പീഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഡിവൈസ് മാത്രം കണക്ട് ചെയ്തിട്ട് നിങ്ങൾ സ്പീഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. വീട്ടിൽ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഇല്ല ആൾക്കാരാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് പറയുക. കാരണം നിങ്ങൾ ഇത്രയും പൈസയും കൊടുത്തിട്ട് സ്പീഡില്ലാത്ത കണക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അധിക പേരും കമൻറ്റിലൂടെ അറിയിക്കാറുണ്ട് ഉടായിപ്പാണ്, സ്പീഡില്ല എന്ന കാര്യങ്ങൾ. എനിക്ക് ഇന്നേ വരെ കേരള വിഷൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു സ്പീഡിൻ്റെ ഇഷ്യൂ ഉണ്ടായിട്ടില്ല. സ്പീഡ് അധികം സ്റ്റേബിളായിട്ട് തന്നെ കിട്ടാറുണ്ട്. ഗെയിമിങ് മാത്രമാണ് ഒരു ഇഷ്യൂ ആയിട്ട് ഉള്ളത്. ഓക്കെ, അപ്പം ഇത് ചെറിയൊരു അപ്ഡേറ്റ് വീഡിയോ ആണ്. അപ്പോൾ മറ്റുള്ള ഇപ്പം യൂട്യൂബിൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് നല്ല തന്നെയാണ്. പിന്നെ ഓരോ ഏരിയയിൽ ഓരോ കേബിൾ ഓപ്പറേറ്റേഴ്സാണ് അവർ സഹകരിക്കുന്ന രീതി പലതരത്തിലായിരിക്കും. ചില ആൾക്കാർ പറയാറുണ്ട് 2 ആഴ്ചയിലധികമായി കംപ്ലയിൻറ്റ് ഇതുവരെയും അത് ഒന്നും നോക്കിയിട്ടില്ല എന്നൊക്കെ. എൻ്റെയൊക്കെ നാട്ടിലെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പെട്ടെന്ന് പകൽ സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ 1-2 മണിക്കൂറിൽ തന്നെ അവർ വന്നിട്ട് ശരിയാക്കി തരും. അല്ലെങ്കിൽ ഇന്ന് വിളിച്ച് ഇപ്പോൾ രാത്രി കംപ്ലയിൻറ്റ് ചെയ്താൽ രാവിലെയോ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ നമ്മൾക്ക് വന്നിട്ടത് സെറ്റ് ചെയ്ത് തരുന്ന സ്വഭാവമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. അവരുടെ സർവീസ് പ്രൊവൈഡറുടെ ഭാഗത്ത് നിന്ന് നമ്മൾക്ക് യാതൊരുവിധ പ്രോബ്ലം ഇല്ല. എനിക്ക് ആകെ ഉള്ളൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിമിങ്ങിൻ്റെ കാര്യങ്ങൾ ലാറ്റൻസി. അത് 20 ms ആണ് കാണിക്കുന്നത്. പണ്ട് പറഞ്ഞ പോലെ തന്നെ 500 ms കളിയും കളിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. അപ്പം അതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സ്പീഡിൻ്റെ കാര്യത്തിലൊന്നും ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ നിങ്ങൾ മാക്സിമം മോഡം വെക്കുമ്പോൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഡുവൽ ബാൻഡ് മോഡം തന്നെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. 5G വരുന്ന മോഡം തന്നെ വെക്കുക. ഇപ്പം നെറ്റ്ലിങ്കിൻ്റെ ഒക്കെ പുതിയ മോഡം വന്നിട്ടുണ്ട് 5G വരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് ശ്രദ്ധിക്കുക. പിന്നെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് ഡുവൽ ബാൻഡ് വെച്ചതിന് ശേഷം സിംഗിൾ ബാൻഡിലേക്ക് മാറാൻ പറ്റും എന്നുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്തുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ചില കേബിൾ ഓപ്പറേറ്റേഴ്സ് പറയാറുണ്ട്, അതായത് നിങ്ങൾ ഡുവൽ ബാൻഡ് 5G മോഡം വെച്ച് കഴിഞ്ഞാൽ ചെറിയ റീചാർജ് ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് റീചാർജ് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ കേരള വിഷൻ്റെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചിട്ട് പറയാം, എനിക്ക് ഇന്ന് റീചാർജ് വേണം തന്നെ അവരത് ചെയ്തു തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഇപ്പം ഡയറക്റ്റ് റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എത്രത്തോളം സക്സസ് റേറ്റ് എന്നുള്ള കാര്യത്തിന് എനിക്കറിയില്ല. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കസ്റ്റമർ കെയറുമായി ബന്ധപ്പെട്ടിട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നിലവിൽ നിങ്ങൾക്ക് കസ്റ്റമർ കെയർ വിളിച്ചിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെറുതാക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ 50 Mbps ആണെങ്കിൽ 40ലേക്ക് 30ലേക്ക് ചുരുക്കാം, അല്ലെങ്കിൽ 30 Mbps 60ലേക്ക് 80ലേക്ക് കൂട്ടാം. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഡുവൽ ബാൻഡ് റൗട്ടേഴ്സ് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5G വേണ്ട എന്നാണെങ്കിൽ അതിൽ ഓപ്ഷൻസ് ഉണ്ട്, ഓഫാക്കി ഇടാം. എന്തായാലും ഡുവൽ ബാൻഡിലെ CPU-ന് സിംഗിൾ ബാൻഡ് CPU-നെക്കാട്ടും പവർ കൂടുതലായിരിക്കും, കുറച്ചും കൂടി ഡാറ്റാസ് ഒക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഈ ഡുവൽ ബാൻഡ് കിട്ടുന്ന ഒരു റൗട്ടർ വെക്കുക. അല്ലെങ്കിൽ നോർമലായിട്ട് ഈ കമ്പനിക്കാർ BSNL ആയാലും കേരള വിഷൻ തരുന്ന ആ ഒരു മോഡം വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു Wi-Fi 6 സപ്പോർട്ട് ചെയ്യുന്ന ഡുവൽ ബാൻഡ് മോഡം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യമാണ് ഇതിൽ പറയാനുള്ളത്. കുറേ കമൻറ്റുകൾ കണ്ടു, അതുകൊണ്ട് വീഡിയോ ഒന്നുകൂടി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അത് വഴിയിലൂടെ അറിയിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.